എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത് ഈ ഒരു സമയത്ത്. അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്ത് ചിന്തകളാണ് നിങ്ങളുടെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ എന്ത് ചിന്തകളാണ് അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാതിരിക്കുക, കുഴപ്പങ്ങളൊന്നും നെഗറ്റിവിറ്റി ഒന്നും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്, അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുവാണ്, ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പ് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ റീഡിംഗ് കാണുക. കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം ഈ റീഡിംഗ് കണ്ടാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എല്ലാവർക്കും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കൊരു 4 കാർഡ്സ് എടുക്കാം. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആശയക്കുഴപ്പം, അതായത് അവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് കടുത്ത കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു 7 ഓഫ് സോർഡ് വന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അതോർത്ത് അവർക്ക് നല്ലൊരു കുറ്റബോധം ഈ ഒരു സമയത്തുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. തീർച്ചയായിട്ടും ആകെ തകർന്നൊരവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മാനസികമായിട്ട് അവരൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ ഭയങ്കര ഒരു വിഷമമൊക്കെ വരുന്നൊരു സിറ്റുവേഷനാണ്. അവർക്ക് നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് എന്നോർത്തൊക്കെ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു വിഷമമുള്ളൊരു സാഹചര്യമൊക്കെയാണ് കാണുന്നത്. അവർക്ക് അതിൽ കടുത്തൊരു കുറ്റബോധം ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു വ്യക്തിയിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അവരെ മറന്നിട്ടുണ്ടോ, എന്താണ് സാഹചര്യം ഒന്നും അറിയത്തില്ല. വർഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, വൈഫാവാം, ഹസ്ബൻഡ് ആവാം, നിങ്ങളുമായിട്ട് റിലേഷനിലുള്ളൊരു വ്യക്തിയായിരുന്നു മുൻപ്, എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു റിലേഷൻ ഇല്ലാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് ഇപ്പം കാണുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തകളുണ്ട്. അവർക്ക് നല്ലൊരു കുറ്റബോധം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. കടുത്ത മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത, അവരുടെ മനസ്സും അവരോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഒരു 5 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആന്തരിക യുദ്ധം എന്നൊക്കെ പറയത്തില്ല, അവരുടെ മനസാക്ഷിയോട് അവർ യുദ്ധം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണമെന്നൊക്കെ അവർ വിചാരിക്കും, പക്ഷെ പെട്ടെന്ന് അവരുടെ മനസ്സ് മാറി അവരതിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഈഗോ ഒക്കെ ഉള്ള ഒരു വ്യക്തികളാണ് കാണുന്നത്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് 2 ഓഫ് പെൻറ്റക്കിളും സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് 2 ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളിലേക്ക് വരണോ വേണ്ടോ എന്ന ഒരു വ്യക്തിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതില്ല. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്നേഹത്തെക്കാളുപരി അവർക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഒരു കുറ്റബോധമാണ് ഫീൽ ചെയ്യുന്നത്. അതായത് അവർ ഒരു കണ്ണാടിയാണ്, അതായത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്നൊരു തിരിച്ചറിവ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കുറ്റബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയാണല്ലോ അവർ വേണ്ടാന്ന് വെച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയത്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത് എന്നതോർത്ത് ആ ഒരു വ്യക്തിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു വ്യക്തി ആകെ തകർന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം, മൊത്തം ഒരു കൺഫ്യൂഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ആ ഒരു വ്യക്തി
അനുദിനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്ന് മാനസികമായിട്ട് ഒരു തകർന്ന അവസ്ഥ, മൊത്തത്തിൽ ആ ഒരു വ്യക്തി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ആകെ ഒരു തകർച്ചയിലൂടെ പോകുന്നൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഈ ഒരു കാർഡുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ആ ഒരു വ്യക്തിക്ക് കിട്ടും. ഈ ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി വന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ സങ്കീർണമാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് തിരികെ വന്ന് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പരിഹരിക്കണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇനി ഒരു തർക്കത്തിലേക്ക് പോകരുതെന്നവർക്ക് ഒരു വാശിയുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഈഗോയൊക്കെ ഹേർട്ടാവുന്നവരാണ്. അവർ ഇച്ചിരി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും കാര്യങ്ങളൊരു തർക്കത്തിലേക്ക് പോകാൻ ഇനി അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ദൂരെ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ദൂരെ നിന്ന് ഓരോന്ന് നോക്കിക്കാണുകയാണ്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അവർ പുറത്തു വന്നു, എന്നിട്ട് അവർ ഈ ഒരു ബന്ധത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഓർമ്മകൾ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ അവർക്കൊരു അവരൊരു തെറ്റ് പറ്റിയെന്ന് അവർ സമ്മതിക്കാൻ അവർക്കൊരു മടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങളുമായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ അവരുടെ ഈഗോയും അതുപോലെ തന്നെ ഇനി അതൊരു തർക്കത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയവും അവർക്കുണ്ട്. തീർച്ചയായിട്ടും അവർ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവരിതിനെ നല്ല രീതിയിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി അവർ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ ഈ ഒരു സംഭവിച്ചു, ഈ ഒരു നോ കോണ്ടാക്റ്റ്, അതിനെപ്പറ്റി അവർ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു ഫ്യൂച്ചർ കാർഡും കൂടി എടുത്ത് നോക്കണം. കുറച്ച് ഫ്യൂച്ചർ കാർഡും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. അതായത് ഫ്യൂച്ചറിൽ എന്ത് മാറ്റമാണ് ഈ ഒരു ബന്ധത്തിന് വരാൻ പോകുന്നത് നോക്കാം. ഒരു കാർഡും കൂടെ എടുക്കാം. അതായത് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി അനാവശ്യ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതൊന്നും ആ ഒരു വ്യക്തിക്ക് നിലവിൽ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അതായത് അവരുടെ വ്യക്തിത്വം വരെ മറന്നുകൊണ്ട് പല കാര്യങ്ങളും അവർ അമിത ഭാരം ചുമക്കുന്നതായിട്ടാണ് ബർഡൻ കാർഡ്. അവർക്കൊരു സ്വാതന്ത്ര്യമില്ല അതിൽ നിന്ന്. അവർക്കൊരു വ്യക്തി സ്വാതന്ത്ര്യവും സമാധാനവും നിലവിലത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവർ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഓരോ മൊമെൻറ്റും അവർ വിലയിരുത്തുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായ പഴയ കാലത്ത് നിങ്ങളുടെ മെസ്സേജൊക്കെ എടുത്ത് വായിക്കുക, നിങ്ങൾ പഴയ മെസ്സേജൊക്കെ എടുത്ത് വായിക്കുക, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങളുണ്ട്, ഇപ്പോഴും നിങ്ങളുണ്ട് എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ മൊമെൻറ്റും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ ഒരു എക്സ്പീരിയൻസിങ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. വിധിയെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പം ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അത് കർമ്മഫലമാണെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ കൂടെ നിൽക്കുന്ന ആ ഒരു വ്യക്തി അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴവർ അനുഭവിക്കുന്നതെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിയിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് ഇതൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാവാം നിങ്ങളുടേത്. അപ്പോഴാണ് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ ബന്ധം മുറിഞ്ഞു പോകാൻ കാരണം. അപ്പോൾ ഇതൊക്കെ താൻ അനുഭവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ
തൻ്റെ ചെയ്തിയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ, തൻ്റെ കർമ്മഫലമാണ് ഇതൊക്കെയെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു നിമിഷമാണ്. അതുപോലെ അവർ ആ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർക്കൊരു ഭാരം തരുന്നതാണ്, അമിത ഭാരം തരുന്നതാണ്. അവരുടെ ജീവിതത്തിൽ അവരൊന്ന് മനസ്സ് തുറന്ന്, അവർക്കൊരു സ്വാതന്ത്ര്യവുമില്ല, മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ടും ഒക്കെ അവർ നാളുകളായി തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആ ഒരു കാര്യം. അവർക്ക് അവരായിട്ടൊന്നും നിലനിൽക്കാനായിട്ടൊന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവിടെ അടുത്ത കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തെപ്പറ്റി ഇപ്പോൾ അവർക്കൊരു പാഷൻ ലൈഫിന് ഇവിടെ ഇല്ല. ആ ഒരു ലൈഫിനോടൊരു പാഷനൊക്കെ അവർക്ക് നശിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യങ്ങളെ പുതിയ രീതിയിൽ നോക്കിക്കാണാൻ അവരൊരു പ്രാപ്തനാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ന്യൂ പെർസ്പെക്റ്റീവിലൂടെ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആത്മവിശ്വാസം വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാനാണ് താല്പര്യം. അവർക്ക് അവരായിട്ടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്, അവരായിട്ടാണ് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ തീർച്ചയായും ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ ഒരു അന്തർബോധം വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കാര്യങ്ങളെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്, അവരുടെ ചിന്താശേഷി വികസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കൊരു മാറ്റം, ഒരു സ്പിരിച്വൽ റീബർത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ഇത്രയും നാളും അവർ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മൂടിക്കെട്ടിരിക്കുമായിരുന്നു കണ്ണുകൾ അവരുടെ. പക്ഷേ ഇപ്പോഴാ ഒരു കണ്ണിലെ കെട്ടുകളൊക്കെ അഴിച്ച് അവർ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പം അവരിപ്പോൾ ചിന്തിക്കുന്നത് ഞാനൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമാണ്. ഒരു ചേഞ്ച് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയിൽ ഒരു അവബോധം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അന്തർബോധം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മാന്വേഷണം എന്നൊക്കെ പറയത്തില്ല. തീർച്ചയായിട്ടും അവരുടെ മനസ്സ്, ഇൻറ്റ്യൂഷൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ സ്വീകരിക്കാനാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹമാണ്, സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്നാണ് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു വ്യക്തിയിൽ ഒരു കുറ്റബോധമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ഇത്രയും നാൾ അവരൊരു അന്ധനായിരുന്നു, മറ്റേ ഒരു വ്യക്തിയെ വിശ്വസിച്ച്, തേർഡ് പാർട്ടിയെ വിശ്വസിച്ച് ഒരു അന്ധതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോഴവരത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അനാവശ്യ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കുന്നു, അവരുടെ വ്യക്തിത്വം പോലും മറന്നുകൊണ്ട്. അതുപോലെ തന്നെ അമിത ഭാരം ചുമക്കുന്ന ഒരു കഴുതയെ പോലെ ജീവിതത്തിൽ ഒരു വാല്യൂവും കൊടുക്കാത്തൊരു തേർഡ് പാർട്ടിയും. അപ്പോൾ അവർ ഓരോ കാര്യത്തെയും പറ്റി അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരിലൊരു ചിന്താശേഷി വികസിക്കുന്നുണ്ട്. അവർക്കൊരു ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്ക് അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവർക്ക് വേണമെന്നുണ്ട് അവരുടെ ലൈഫിലേക്ക്. ജീവിതത്തിൽ അവർ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം അത്രത്തോളം ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡ്സാണ് വന്നിരിക്കുന്നത്. കാര്യം ചില വേർപിരിയലിലൂടെയാണ് പല തിരിച്ചറിവുകളും മനുഷ്യർക്കുണ്ടാകുന്നത്. അപ്പോൾ അവർക്കൊരു തെറ്റ് പറ്റി, ഇനിയും അവർക്കൊരു അവസരം കൊടുക്കണം എന്നാണ് എനിക്ക് ഓവറോൾ ഒരു എനർജി വന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനിയും അവർക്ക് ഒരവസരം കൂടി നിങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളായിരിക്കും കാണുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. തീർച്ചയായും ഇപ്പം നിങ്ങൾ സെൽഫ് ലവിലേക്കൊക്കെ പോയി നിങ്ങളിപ്പോൾ അവരുടെ കാര്യത്തെപ്പറ്റിയൊന്നും അധികം കൺസേൺ ആവുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. കാര്യം വർഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് പിരിഞ്ഞു കഴിയുന്ന ഒരു വ്യക്തികളായിരിക്കുക, അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റും അവർ നിങ്ങളുമായിട്ട് വെക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിനെപ്പറ്റി വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു റിജക്ഷനാണ് ഇപ്പോഴും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നവർക്ക്. ഒരു തിരസ്കരിക്കുന്ന ഒരവസ്ഥ, അവരെ ഒട്ടും പരിഗണിക്കാത്തൊരു തേർഡ് പാർട്ടിയും. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി അവരുടെ സമ്പത്തിനെ മാത്രമാണ് സ്നേഹിച്ചത്, അല്ലെ അവരെയല്ല, അല്ലെങ്കിൽ അവിടെ ഒരു ജെന്യുവിനായിട്ടുള്ളൊരു സ്നേഹമില്ല എന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ ഒട്ടും പാഷനില്ല. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു മടിയാണ്, ഒരു ആത്മവിശ്വാസമില്ലായ്മ. അതായത് ഒന്നിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഇരുട്ടുക, നേരം വെളുപ്പിക്കുക, അങ്ങനെയൊക്കെ തന്നെ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. പക്ഷേ ആ ഒരു ജീവിതം അല്ല ജീവിതം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുമായിട്ടുണ്ടായ ഓരോ മൊമെൻറ്റും അവർ ഓർത്തെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, നിങ്ങൾ അവരുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ
പതിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർക്കൊരു തിരിച്ചറിവ് വരുന്നൊരു സമയമാണ് തീർച്ചയായും. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട്, അവർക്ക് നിങ്ങളോട് ഇപ്പോഴും അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു വ്യക്തിക്കൊരു സ്പിരിച്വൽ റീബർത്താണ്, ഒരു ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയത്തില്ല, സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ്. അതുപോലെ ആ ഒരു വ്യക്തി ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് നല്ല രീതിയിൽ നിങ്ങളുമായിട്ടൊരു കുടുംബജീവിതം നയിക്കാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് വെറും ഒരു ആഗ്രഹമല്ല, അവരുടെ ഒരു ആത്മസാക്ഷാത്കാരമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹ പൂർത്തീകരണമാണ്, അത്രത്തൊരു വിഷ് ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് നിങ്ങൾ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങൾക്ക് ഒരുപാട് വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് അവർ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് കിട്ടിയൊരു വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റായിരുന്നു നിങ്ങൾ. പക്ഷേ അവർ ആ ഒരു ഗിഫ്റ്റിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. തീർച്ചയായിട്ടും അവരതിനെ പരിഗണിച്ചില്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതി അവരിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് റീഡിങ്, എനിക്ക് എൻ്റെ റീഡിങ്ങിൽ മനസ്സിലായത്. തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ ചെറിയൊരു പ്രകാശമെങ്കിലും പരത്താൻ എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും ഒരിക്കൽ കൂടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇപ്പോൾ ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദൈവികപരമായ കാര്യമാണ്. ദയവായി നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഒഴിവാക്കുക. അതൊക്കെ നിങ്ങൾക്ക് തന്നെ കർമ്മ തിരിച്ചടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഒരുപാട് പേരുടെ എനർജിയാണ്, ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ ദോഷമായി വരും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതങ്ങനെ ഒരു കാര്യമാണ് ഈ ഒരു റീഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണണ്ട. ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തികളെ ഞാൻ ഇതിൽ കാണാനായിട്ട് നിർബന്ധിക്കില്ല. അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ, അവർ മാത്രം കണ്ടാൽ മതി. അല്ലാതെ അനാവശ്യ കമൻറ്റുകളൊക്കെ ഒഴിവാക്കുക. തീർച്ചയായിട്ടും അതത്ര നല്ല സുഖമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കമൻറ്റ് ഒന്ന് രണ്ട് കമൻറ്റുകളൊക്കെ ഇത്രയും നാളിട്ട വീഡിയോയിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. വെറുതെ കർമ്മഫലം നമ്മൾ അനുഭവിക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള റീഡ് ചെയ്യുന്ന ഒരു റീഡർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, വെറുതെ നമ്മൾ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നെഗറ്റീവ് കിട്ടാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റി നിങ്ങൾ മേടിക്കാതിരിക്കുക. കാര്യം നമ്മൾ ഒരുപാട് പേരുടെ ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. ദയവായി നെഗറ്റീവ് കമൻറ്റ് ഒഴിവാക്കുക. അങ്ങനെ ആരും ചെയ്യാറില്ല, പക്ഷെ ഒന്ന് രണ്ട് കമൻറ്റ് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇത്രയും നാളത്തെ ഇതിനിടയ്ക്ക്. എന്തിനാണ് അങ്ങനെയൊക്കെ ശരിക്കും? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രയേ ഉള്ളൂ. അപ്പം വീണ്ടും നമുക്കൊരു റീഡിങ്ങിൽ കാണാം. എൻ്റെ വീഡിയോസ് കാണാൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ മാത്രം കണ്ടാൽ മതി. അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ പുതിയ കുറേ നല്ല ആളുകൾ ഇനിയും വരാനിരിക്കുന്നു, അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഒരുപാട് നല്ല ആളുകളുണ്ട് ഇത് കാണുന്ന. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവുക. വെറുതെ എന്തിനാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി.